അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ചേർന്ന് നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയാക്കുന്നൊക്കെ വേണ്ടി എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബിഗ് ടി വിയുടെ ഭാഗമായിട്ട് സുജയ് ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ ഒരു ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വന്ന സമയത്ത് ഈ ഒരു സുജയ് ഇട്ട മേക്കപ്പൊക്കെയാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടൊക്കെ അതിൽ തന്നെ കമൻസിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ റിയാക്ട് ചെയ്തിട്ട് സുജയ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു സ്കിൻ ടോണൊന്നും മേക്കപ്പ് ഇടാൻ വന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കണക്ക് പറ്റിയത്, അടുത്ത വട്ടം നമ്മളത് ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആൾക്കാർ ഇതാണ് യഥാർത്ഥത്തിൽ സുജയുടെ നിറമെന്ന് പറയുന്നത്, മറ്റേതാണ് മേക്കപ്പ് ഇട്ടേക്കുന്നത്, അപ്പോൾ ഇതാണല്ലേ യഥാർത്ഥ കളറ് എന്ന് പറഞ്ഞിട്ട് സുജയ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അതിന് കുറേയധികം പേര് ട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സുജയുടെ യഥാർത്ഥ കളർ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സുജയ് പറഞ്ഞൊരു കാര്യമാണ് അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, മേക്കപ്പ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ, യഥാർത്ഥ ക്യാരക്ടറിലാണല്ലോ കാര്യം, അല്ലാതെ ഒരു മേക്കപ്പിലോ ഒന്നുമല്ല. നമ്മളത് ഫണ്ണായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ, അല്ല കുറേയധികം പേര് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ട്, അതൊട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.